blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. പലർ ചേർന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ അവർക്കായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമുക്ക് ഒരുമിച്ചും പ്രാർത്ഥിക്കാം. താനയിൽ നിന്നുള്ള ഒരു സഹോദരി ഭർത്താവ് ബിജുവിന് പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ ആരുടെയും സഹായമില്ലാതെ നടക്കാൻ കഴിയേണ്ടതിനായി കൊൽക്കത്തയിൽ നിന്നുള്ള കുര്യൻ ജോൺ ഇളയ മകൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം ലഭിക്കാനും സ്കൂളിലേക്ക് പോകാനും വേണ്ടി എലിസബത്ത് മാത്യൂസ് നല്ലൊരു ജോലി കിട്ടാൻ എല്ലാ കടബാധ്യതകളും മാറിപ്പോകാൻ, അങ്കമാലിയിൽ നിന്നും ഒരു സഹോദരി ക്യാൻസറിൽ നിന്ന് സമ്പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ലഭിക്കാൻ വേണ്ടി, അനീഷ് ആൻഡ്രൂ MS-ന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനും അതുപോലെ അതിനാവശ്യമുള്ള സാമ്പത്തികം റെഡിയാകാനും, അനീറ്റ ശ്രീറാം കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി 3 വർഷമായി നല്ല സന്തോഷകരമായൊരു വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്നമ്മ തൃശ്ശൂരിൽ നിന്നും കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുവാൻ ആരോഗ്യവും സകല അനുഗ്രഹങ്ങളാലും നിറയാൻ വേണ്ടി, അതുപോലെ റിച്ചു റിനു വൈഡൂര്യ 3 പേരുടെ ആരോഗ്യത്തിന് വേണ്ടി, അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടി, PM മത്തായിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി മാറാനും എല്ലാവിധ ബന്ധനങ്ങളും അഴിഞ്ഞു പോകാൻ, അതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു സഹോദരി 2 പെൺമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ആ കുടുംബങ്ങൾ അനുഗ്രഹം വന്ന് നിറയാൻ, എല്ലാവിധ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ, ഇതിനെല്ലാറ്റിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ വിഷയങ്ങളെല്ലാം യേശുവിലേക്ക് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം അങ്ങാണല്ലോ, സകല നന്മകളുടെയും സ്രോതസ് അങ്ങാണല്ലോ കർത്താവെ. ഇന്നത്തെ ഈ സ്പോൺസേഴ്സിനായി ലോകമെമ്പാടുമുള്ള ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവെ. ഓരോ വിഷയത്തിനും മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കർത്താവെ നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടതിനായി നന്ദി പറയും. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് for sponsoring today's episode. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഓരോ വിദ്യാർത്ഥിക്കുമായി ഈ സമയത്ത് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതുന്ന ആ സബ്ജക്റ്റ് എന്താണെങ്കിലും കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരുന്ന്, അനുഗ്രഹം അവരോട് കൂടെ ഇരുന്ന് സമയത്ത് വളരെ ഭംഗിയായി ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല മാർക്കോടെ പുറത്തു വരാൻ അങ്ങ് സഹായിക്കണമേ. ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 27 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലക്കാട്. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 28 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ഈ ബ്രദറിൻ്റെ പേര് TA ജോൺ എന്നാണ്. അദ്ദേഹം ആലുവ സ്വദേശിയാണ്.
ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി തനിക്ക് കാലിന് വേദന തുടങ്ങിയിട്ട്, തനിക്ക് തയ്യലാണ് ജോലി. തയ്യൽ കട എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നിലയിലാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ കയറുവാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വർഷം മുൻപ് തനിക്ക് കാലിൻ്റെ വേദന അനുഭവപ്പെട്ട് തുടങ്ങി. അന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ ഇടുപ്പ് എല്ലിൻ്റെ തേയ്മാനം കൊണ്ടാണ് ഇങ്ങനെ കാലിൻ്റെ വേദന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. കാലിൻ്റെ വേദനയുടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റ് 2 രോഗങ്ങൾ കൂടി കണ്ടുപിടിക്കപ്പെട്ടു. ഒന്ന്, തൻ്റെ 2 കിഡ്നിക്കും ഓരോ സ്റ്റോൺ വീതമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിൽ കുത്തി വേദന കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് ഈ കിഡ്നി സ്റ്റോണിനോട് അനുബന്ധിച്ചുള്ള വേദനയാണെന്നാണ് പറഞ്ഞത്. ഡോക്ടർമാർ എല്ലിൻ്റെ തേയ്മാനത്തിന് കുറച്ച് മരുന്നുകൾ നൽകിയെങ്കിലും കിഡ്നി സ്റ്റോണിൻ്റെ ഇതിന് പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. വേറെ മരുന്നൊന്നും കൊടുത്തില്ല. ഇദ്ദേഹം മടങ്ങി വന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ ദിവസവും ആ സ്റ്റെപ്പെല്ലാം കയറി മുകളിൽ പോയിരുന്നത്. സൈഡിലൊക്കെ പിടിച്ചാണ് താൻ പോയിരുന്നത്. ഇദ്ദേഹം കുറച്ചധികം നാളുകളായി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമായിരുന്നു. താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ അതിൽ ബ്രദർ പ്രാർത്ഥിക്കുന്ന ഓരോ സമയത്തും താൻ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ച് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല, പക്ഷേ അന്ന് ബ്രദർ ഈ 3 രോഗങ്ങളും വിളിച്ചു പറഞ്ഞു. ഇന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ സൺഡേ അദ്ദേഹം ഇവിടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ ആരാധിക്കുവാൻ വേണ്ടി വന്നപ്പോൾ അന്നും ഇതുപോലെ തന്നെ ബ്രദർ ഈ 3 രോഗങ്ങളും വിളിച്ചു പറഞ്ഞു, ഇന്ന രോഗങ്ങളുള്ള വ്യക്തികൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ശരീരം മുഴുവനും ഒരു തരിക്കുന്ന പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ എന്തോ തനിക്ക് ലഭിച്ചു എന്ന് തനിക്ക് വിശ്വാസമുണ്ടായി, പക്ഷെ രോഗസൗഖ്യമാണെന്ന് മനസ്സിലായിരുന്നില്ല. താൻ പിറ്റേ ദിവസം താൻ കടയിലോട്ട് ചെന്നപ്പോൾ തനിക്ക് സ്റ്റെപ്പുകൾ പിടിച്ച് കയറണ്ട, താൻ പറഞ്ഞത് ഇങ്ങനെ, താൻ ഓടിക്കയറി നോക്കിയിട്ട് ഒരു കുഴപ്പവുമില്ല. അന്ന് തന്നെ ആ ഒരൊറ്റൊരു പ്രാർത്ഥനയോട് തന്നെ കിഡ്നി സ്റ്റോണിൻ്റെ വേദന, വയറിൽ കുത്തിയുള്ള വേദന അന്ന് നിന്നു. ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഇപ്പോൾ 6 മാസമായിട്ട് വേദനയില്ല? ഇല്ല. ഇന്നിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്? ഇല്ല, ഞാൻ 8 മാസത്തോളമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകിയിരിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടും, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി. എല്ലാവരും ചേർന്ന് ജീവനെ നൽകിയവനെ കൈകൾ തള്ളി ആത്മാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കാം. Today I'm going to speak on the rest for the people of God. ദൈവ മക്കൾക്കുള്ള വിശ്രാമം. If you are a child of God, the Bible says you will really enjoy the rest from God. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിൽ നിന്നുള്ള വിശ്രാമം അല്ലെങ്കിൽ ആ വിശ്രമം നിങ്ങൾ ആസ്വദിക്കണം. When I usually observe people of the world, many of them, most of them, 99% of them, they have a lot of struggles in their life. ഞാൻ ഈ മറ്റ് ലോകത്തിലുള്ള മറ്റ് ആളുകളെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ അതിൽ 99% ആളുകൾ, മിക്കവർക്കും തന്നെ ഒത്തിരി പ്രശ്നങ്ങളും അവരുടെ വലിയ കുഴപ്പം നിറഞ്ഞ ജീവിതമാണ്.
Many people, I have heard them say, struggle is our life breath. അവരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെയുള്ള ജീവശ്വാസമാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ. That means the whole life is a struggle. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ജീവിതകാലം മുഴുവൻ കഴിയുന്നത്. Then when I observe believers, ഞാൻ വിശ്വാസികളെ നിരീക്ഷിക്കുമ്പോൾ, ദൈവമക്കളെ നോക്കുമ്പോൾ, I have seen them also, many of them, they say a lot of struggles in life, troubles in life, problems in life. അവരും ഒത്തിരി കഷ്ടതകളാണ്, ഒത്തിരി പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. This is because of ignorance. ഇത് അജ്ഞത മുഖാന്തരമാണ്. When we are in Christ, we can relax. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് വിശ്രമിക്കുവാൻ കഴിയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് വിശ്രമിക്കാൻ കഴിയും. അടുത്ത ആളോട്, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയും. ലൈഫ് വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് വെരി ഹാർഡ്. ക്രിസ്തുവില്ലാത്ത ജീവിതം വളരെ വിഷമം പിടിച്ചതാണ്. You might have heard this, life without Christ I am a zero, with Christ I am a hero. യേശുവില്ലെങ്കിൽ ഞാനൊരു സീറോയാണ്, യേശു ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണ്. കൈകൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, യേശു ഇല്ലെങ്കിൽ ഞാൻ സീറോയാണ്, യേശു ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണ്. രണ്ടുപേരോട് പറയാമോ? ഉറക്കെ പറഞ്ഞു. Then why do you struggle in life? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു? If a child of God is struggling, that is because of ignorance. ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അത് അജ്ഞത മുഖാന്തരമാണ്. Some people work very hard for their livelihood. ചില ആളുകൾ അവർ ജീവിക്കുവാനായി ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നു. I'm not against that. ഞാൻ അതിനെതിരല്ല. We should be hard workers. നമ്മൾ തീർച്ചയായിട്ടും കഠിനാധ്വാനികളായിരിക്കണം. But when I look to some people, they are struggling even in their spiritual life. പക്ഷേ ഞാൻ ചില ആളുകൾ നോക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിനും അവർ ഒത്തിരി കഷ്ടപ്പെടുകയാണ്, ഏന്തി വലിയുകയാണ്. They think that they should struggle hard to have a good spiritual life. ചില ആളുകൾ ചിന്തിക്കുന്നു നല്ലൊരു ആത്മീയ ജീവിതമാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് കഷ്ടപ്പെടണമെന്ന്. I was like that once. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച ആളാ. In my earlier years, I thought that if I should get answer to any prayer, I should fast. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും മറുപടി കിട്ടണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. So I used to fast a lot. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉപവസിക്കുമായിരുന്നു. 1 year I used to fast once or twice 40 days. ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ 40 ദിവസങ്ങൾ ഞാൻ ഉപവസിക്കുമായിരുന്നു. Full fasting. പൂർണ്ണമായ ഉപവാസം 40 days. 40 ദിവസം. Then 21 days. പിന്നെ 21 ദിവസം. Sometimes 14 days. ചിലപ്പോൾ 14 ദിവസം. Sometimes 10 days. ചിലപ്പോൾ 10 ദിവസം. Sometimes 7 days. ചിലപ്പോൾ 7 ദിവസം. Sometimes 3 days. ചിലപ്പോൾ 3 ദിവസം. Sometimes 1 day. ചിലപ്പോൾ 1 ദിവസം. Then fractions of days. ജീവിതത്തിന്റെ പല പല സമയങ്ങൾ, ഒരു ദിവസത്തിന്റെ പല സമയങ്ങളിൽ. So I thought if only I fast and pray, God will listen to me. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നാലേ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുള്ളൂ. കർത്താവേ. I was struggling. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകയായിരുന്നു. Later, when I studied the Bible, I understood one thing. There is no need of that kind of a struggle. I'm not against fasting prayer. Jesus fasted for 40 days. പിന്നീട് ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടിലിനെ കഷ്ടപ്പാടിലിനെ ഒരു ആവശ്യമില്ല. എന്നാൽ ഞാൻ ഉപവാസ പ്രാർത്ഥനകൾക്ക് ഞാൻ എതിരല്ല. What I'm trying to say is we should change the attitude towards God and towards fasting and prayer. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, ദൈവത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമുള്ള നമ്മുടെ മനോഭാവങ്ങൾക്ക് നമ്മൾ മാറ്റം വരുത്തണം. ഈ വർഷത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിലേക്ക് എല്ലാ കൗമാരപ്രായക്കാരെയും അതുപോലെ യുവജനങ്ങളെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള ടീൻസിലുള്ള യൂത്ത്സിലുള്ള നിങ്ങളുടെ മക്കളെ തീർച്ചയായും ഈ കോൺഫറൻസിലേക്ക് വിടണം. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുവജനങ്ങൾക്ക് വേണ്ടിയും ടീൻസിലുള്ളവർക്ക് വേണ്ടിയും കൊടുക്കുവാൻ ശക്തിയേറിയ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
16 വയസ്സുള്ളപ്പോൾ കൗമാരപ്രായത്തിലിരിക്കുമ്പോഴാണ് യേശുവുമായുള്ളൊരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടികളെയും യേശു തൊടും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകും, അവരുടെ പഠനത്തിൽ, ഭാവിയിലേക്കുള്ള അവരുടെ കരിയർ, അതുപോലെ അവർ തിരഞ്ഞെടുക്കേണ്ട പാത, അതിനെല്ലാം ഗൈഡൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ചില ക്ലാസ്സുകളും ചില ഗൈഡ് ലൈൻസും എല്ലാം ഈ കോൺഫറൻസിൽ നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തന്നെ പല സെഷനുകൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുക. അതുപോലെ ടീൻസിലും യൂത്ത്സിലുമുള്ള എല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. I believe Jesus will touch you personally and He will change your life and He is going to give you a very, very good future. Our struggles will not please God, but our faith will please God. നമ്മുടെ തത്രപ്പാടുകൾ, നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും കർത്താവിനെ പ്രസാദിപ്പിക്കുകയില്ല. എന്നാൽ നമ്മുടെ അകത്തുള്ള വിശ്വാസമാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്. Hallelujah. Hallelujah. You know, for 38 years, one man was at the pool of Bethesda and he was struggling somehow to roll and fall into the Bethesda pool and get healed. 38 വർഷമായി ബെഥെസ്ദ എന്ന കുളക്കരയിൽ ഒരു തളർവാദ രോഗി താൻ എങ്ങനെയെങ്കിലും കഠിനമായി പ്രയത്നം ചെയ്ത് ആ കുളത്തിലേക്ക് ഇറങ്ങി സൗഖ്യം പ്രാപിക്കാൻ ശ്രമിച്ചു. He could not. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. Nobody was there to help out. അവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. Finally Jesus showed up. പക്ഷേ അവസാനം യേശു കടന്നു വരുന്നു. Jesus did not ask him to struggle. യേശു ഒരിക്കലും അവനോട് ഇങ്ങനെ മല്ല് പിടിച്ച് കഷ്ടപ്പെടാൻ പറഞ്ഞില്ല. Are you willing to get healed? യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? Get healed and go നീ home. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. Go home. വീട്ടിൽ പോ. Simple. അത്ര ലളിതമാണ്. Go home. വീട്ടിൽ പോ. 38 years of struggle in one moment. 38 വർഷമായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇതാ യേശു വന്നപ്പോ ഒറ്റ നിമിഷം മതി. Hallelujah. Hallelujah. We hear a lot of testimonies like that in Miracles today. Miracles today ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. So many years they struggled and struggled and struggled. ഒത്തിരി വർഷങ്ങൾ അവർ കഷ്ടപ്പെട്ട് ഒത്തിരി പരിശ്രമിച്ചു. But finally one day പക്ഷെ ഒരു ദിവസം Jesus came. യേശു വന്നു. That's it. Very simple. വളരെ ലളിതം. I believe ഞാൻ വിശ്വസിക്കുന്നു today ഇന്ന് Jesus is coming into your life നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരികയാണ്. to put an end to your struggle. നിങ്ങളുടെ കഷ്ടതകൾക്ക് ഒരു പൂർണ്ണ വിരാമം ഇടുവാൻ. It is not a semicolon, it's not a hyphen, it is a full stop. അതൊരു അർദ്ധവിരാമമോ ഒരു ഹൈഫണോ അല്ല, അതൊരു പൂർണ്ണ വിരാമമാണ്. ഫുൾ സ്റ്റോപ്പ് ആണ്. Hallelujah. Hallelujah. When Jesus comes, യേശു വരുമ്പോൾ struggles are over. എല്ലാ പ്രശ്നങ്ങളും തീരും. Matthew 11:28 says, come unto me all who are burdened and heavy laden, I will give you rest. മത്തായി 11:28 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. I request all of you to lift both of your hands നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാമോ? and call out the name of Jesus. Jesus. യേശുവേ നുറക്കെ വിളിച്ചാലും യേശുവേ. When you put your trust on Him, your struggles will be over. നിങ്ങളുടെ ആശ്രയം നിങ്ങൾ യേശുവിലേക്ക് ഇടുകയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ ഇതാ മാറുകയാണ്. Come on, come on, come on. Everybody call upon the name of Jesus. എല്ലാവരും യേശുവേ നുറക്കെ വിളിച്ചാലും. Oh, people everywhere, when you call out the name of Jesus, you know what is happening. He will show up. നിങ്ങൾ എല്ലായിടത്തുമുള്ളവർ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു വരികയാണ്. I'll tell you today what I'm doing. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയാം. Today what I practice is this. ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. I'm not struggling in prayer. ഞാൻ ഇതുപോലെ പ്രാർത്ഥനയിൽ കിണഞ്ഞ് പരിശ്രമിക്കുകയല്ല, but I am believing. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ്. Jesus, you have heard my prayers. കർത്താവേ അങ്ങന്റെ പ്രാർത്ഥന കേട്ടു. Thank you for answering my prayers. എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി നന്ദി. Even before I get the answers, I thank Him. Lord, thank you, thank you, thank you.
thank you so much for answering my prayers. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതിന് മുൻപേ ഞാൻ പറയും, കർത്താവ് എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടല്ലോ, ഒത്തിരി നന്ദി നന്ദി നന്ദി. Hallelujah. കർത്താവിന് കൊടുക്കും. Because only faith can please God. നിന്റെ വിശ്വാസത്തിന് മാത്രമേ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. I want to take you to the book of Hebrews. ഞാൻ നിങ്ങളെ എബ്രായ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Verse number 1. Since the promise of entering his rest still stands, let's be careful that none of you be found to have fallen short of it. ഒന്നാമത്തെ വചനം, അതുകൊണ്ട് അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദാനം നിലനിൽക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നമുക്ക് ഭയത്തോടെ ഇരിക്കാം. This verse says, look at me. Look at me. എന്നെ നോക്കുക. This verse says, Hebrews chapter 4 verse number 1. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വചനം. This verse says, the promise of entering his rest still stands. അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദാനം നിലനിൽക്കുന്നു. ഒന്നുകൂടെ. അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദാനം നിലനിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞേ, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദാനം ഇന്നും നിലനിൽക്കുന്നു. പറഞ്ഞേ, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദാനം ഇന്നും നിലനിൽക്കുന്നു. ആദ്യം ഈ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വലിയ വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകൾ, കർത്താവ് ഒരിക്കലും ചെറിയ കുറിയ കൈകളല്ലോ, എത്ര ദൂരം വേണമെങ്കിലും നീണ്ടുവരുന്ന, എത്ര അഗാധ ഗർത്തത്തിൽ പോലും നീണ്ടുവരുന്ന ആ കൈകൾ കർത്താവ് ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ പാടുകൾ പോലെയും പാണ്ടുകൾ പോലെയുമുള്ള, അതിനാൽ ഭയങ്കരമായ മനപ്രയാസത്തിലൂടെ പോകുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ പലതിൻ്റെയും അളവ് കുറഞ്ഞുപോയി, അതിനാൽ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ അവരുടെ മേലൊരു സൗഖ്യം പകരുന്നതിനാൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഓർമ്മയെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികൾ, ഓർമ്മ കിട്ടുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മെമ്മറി തിരികെ വരട്ടെ ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ബ്രെയിനിൽ ഹെമറേജ് ഉണ്ടായി, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി, ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി അവരുടെ പഴയ നോർമൽ സ്റ്റേജിലേക്ക് തിരികെ വരട്ടെ. കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്ന പലരുമുണ്ട്. യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ കയ്യിൽ പിടിച്ചിപ്പോൾ തന്നെ എഴുന്നേൽക്കുക. വിശ്വസിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ പിടിക്കുക ഇൻ ജീസസ് നെയിം. ആന്തരാവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ആന്തരാവയവങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ അടഞ്ഞ ബ്ലോക്കുള്ള വാൽവുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹാർട്ടിൻ്റെ ബീറ്റ്സ് കുറഞ്ഞു പോയവരുണ്ട്, പാൽപിറ്റേഷൻ ഭയങ്കരമായി മിടിപ്പ് കൂടിയവരുണ്ട്.
അവരൊക്കെ കർത്താവ് ടച്ച് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്ന അപൂർവ രോഗങ്ങൾ മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിനി എന്നു പേരുള്ളൊരു സഹോദരി, വല്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന മിനി, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മിനിയോടൊപ്പം കുഞ്ഞുങ്ങളില്ലാത്ത മറ്റ് സഹോദരിമാരും വിശ്വസിക്കുക. കർത്താവെ, ഒരു അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. നേരത്തെ എപ്പോഴും ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി ശരീരത്തിൽ, അതിൻ്റെ ആഘാതം മൂലം ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ എപ്പോഴും വിഷം ചെന്നും അതുമൂലം ഇപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകും. അലർജികൾ മാറിപ്പോട്ടെ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്താൽ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് വിടുതൽ കൊടുക്കുന്നതിനാൽ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. അവരും കണ്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. ബുക്കുകൾ അവൈലബിളാണ്. വിദ്യാർത്ഥികൾക്കായുള്ള പുസ്തകങ്ങളും പലതും ബുക്കുകളായി നിങ്ങളുടെ ഗാഡ്ജറ്റുകളിലൊക്കെ തന്നെ വായിക്കാവുന്ന രീതിയിൽ അവൈലബിളാണ്. യൂട്ടിലൈസ് ചെയ്യുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.